പ്രിയമുള്ളവരേവർക്കും സ്കൂളിംഗ് ബ്ലോഗിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നീറ്റ്, JEE, CUET പോലുള്ള രാജ്യത്തെ പ്രധാനപ്പെട്ട എൻട്രൻസുകളെല്ലാം നടത്തുന്ന NTA നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി +2 യോഗ്യതയുള്ള വിദ്യാർത്ഥികൾക്ക് രാജ്യത്തെ NITകൾ, IITകൾ, സെൻട്രൽ യൂണിവേഴ്സിറ്റികൾ തുടങ്ങിയിട്ടുള്ള പ്രമുഖ സ്ഥാപനങ്ങളിൽ പഠിച്ച് ഗവൺമെൻറ് സ്കൂളുകളിലും മറ്റും ടീച്ചറാകാൻ വേണ്ട യോഗ്യതയായിട്ടുള്ള ഇൻ്റഗ്രേറ്റഡ് BEd ചെയ്യാൻ വിദ്യാർത്ഥികൾക്ക് അവസരം നൽകുന്നു. കഴിഞ്ഞ വർഷമാണ് ആദ്യമായിട്ട് ഇങ്ങനെ കോഴ്സുകൾ തുടങ്ങിയത്. ഇത് രണ്ടാമത്തെ വർഷമാണ് കോഴ്സുകൾ ഇങ്ങനെ നടത്തപ്പെടുന്നത്. നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു വിഷയത്തിൽ ഡിഗ്രിയും കൂടെ BEdും ലഭിക്കുന്നതാണ്. ഇങ്ങനെയുള്ള 4 വർഷത്തെ കോഴ്സാണ് ഈ ഒരു ഇൻ്റഗ്രേറ്റഡ് BEd. സാധാരണ 3 വർഷത്തെ ഡിഗ്രി കഴിഞ്ഞ ശേഷം 2 വർഷം BEd പഠിക്കേണ്ടി വരുന്നതാണ്. അങ്ങനെ വരുമ്പോൾ 5 വർഷം പഠിക്കണം. പക്ഷേ നിങ്ങൾ ഇവിടെ 4 വർഷം മാത്രം പഠിച്ചാൽ മതിയാകുന്നതാണ്. അപ്ലൈ ചെയ്യാവുന്ന ലാസ്റ്റ് ഡേറ്റ് 30/4/2023 ആണ്. കൃത്യമായിട്ടുള്ള വെബ്സൈറ്റ് ലിങ്ക് താഴെ നൽകുന്നതാണ്. അപ്ലൈ ചെയ്യുന്നവർ ഒരു എൻട്രൻസ് എക്സാം അറ്റൻഡ് ചെയ്യേണ്ടതാണ്. ജൂൺ 12-നാണ് എൻട്രൻസ് എക്സാം ഉണ്ടാവുക. നാഷണൽ കോമൺ എൻട്രൻസ് ടെസ്റ്റ് എന്നാണ് ഈ ഒരു എൻട്രൻസ് എക്സാമിൻ്റെ പേര്. ഇതൊരു കമ്പ്യൂട്ടർ ബേസ്ഡ് എക്സാമിനേഷനാണ്. എക്സാമിനേഷൻ്റെ സിലബസും മറ്റു കാര്യങ്ങളുമെല്ലാം വെബ്സൈറ്റിൽ ലഭ്യമായിട്ടുള്ള ഇൻഫർമേഷൻ ബുള്ളറ്റിനിൽ നൽകിയിട്ടുണ്ട്. കേരളത്തിൽ +2 തലം വരെ പഠിപ്പിക്കാൻ വേണ്ട അടിസ്ഥാനപരമായിട്ടുള്ള ഒരു യോഗ്യതയാണ് BEd. ആകെ 64 സ്ഥാപനങ്ങളിലായി 6100 സീറ്റുകളാണ് ഉള്ളത്. ഇതിൽ കേരളത്തിൽ NIT കാലിക്കറ്റിലും അതുപോലെ സെൻട്രൽ യൂണിവേഴ്സിറ്റി കാസർഗോഡും 50 വീതം സീറ്റുകളുണ്ട്. കൂടാതെ ഗുരുവായൂരുള്ള സെൻട്രൽ സംസ്കൃത് യൂണിവേഴ്സിറ്റിയിൽ 100 സീറ്റുകളുമുണ്ട്. ഇൻ്റഗ്രേറ്റഡ് BEd 3 വിഭാഗങ്ങളിലായിട്ട് ലഭ്യമാണ്. ഒന്നാമതായി BSc BEd. അതിൽ നിങ്ങൾ സയൻസ് വിഷയങ്ങൾ പഠിക്കും. ഡിഗ്രിയിൽ സയൻസ് വിഷയങ്ങളാണ് പഠിക്കുക. കൂടെ അതിൻ്റെ കൂടെ നിങ്ങൾക്ക് BEd ലഭിക്കുന്നതാണ്. രണ്ടാമത്തെ വിഭാഗം BA BEd ആണ്. മൂന്നാമത്തെ വിഭാഗം BCom BEd ആണ്. നിങ്ങൾ ഏതെങ്കിലും പ്രത്യേക സ്ഥാപനത്തിൽ തന്നെ പഠിക്കാനാണ് ഉദ്ദേശിക്കുന്നത് എങ്കിൽ ആ ഒരു സ്ഥാപനത്തിൽ ഈ ഒരു എൻട്രൻസ് വഴി അഡ്മിഷൻ ലഭിക്കാൻ വേണ്ടി നിങ്ങൾ എൻട്രൻസ് എക്സാമിൽ ഏതൊക്കെ വിഷയങ്ങളാണ് അറ്റൻഡ് ചെയ്യേണ്ടത് എന്ന കാര്യം നിങ്ങൾ ആദ്യമേ മനസ്സിലാക്കേണ്ടതാണ്. അതിനുള്ള ലിങ്ക് താഴെ നൽകുന്നതാണ്. അപ്ലൈ ചെയ്യാവുന്ന ലാസ്റ്റ് ഡേറ്റ് 30/4/2024 ആണ്. നേരത്തെ പറഞ്ഞു. ആപ്ലിക്കേഷൻ ഫീസായിട്ട് വരുന്നത് SC ST വിഭാഗങ്ങൾക്ക് 650 രൂപയും OBC NCL അതുപോലെ തന്നെ ജനറൽ EWS വിഭാഗങ്ങൾക്ക് 1000 രൂപയും ബാക്കി റിസർവേഷൻ ഒന്നുമില്ലാത്ത വിഭാഗങ്ങൾക്ക് 1200 രൂപയും വരുന്നതാണ്. എക്സാമിനേഷൻ സെൻറ്ററായിട്ട് തിരുവനന്തപുരം, കോട്ടയം, ഇടുക്കി, എറണാകുളം, തൃശ്ശൂർ, പാലക്കാട്, മലപ്പുറം, കോഴിക്കോട്, കണ്ണൂർ ജില്ലകളിലെല്ലാം എക്സാമിനേഷൻ സെൻറ്ററുകൾ ഉണ്ടാകുന്നതാണ്. ഈ ഒരു എൻട്രൻസ് എഴുതിയത് കൊണ്ട് മാത്രം നിങ്ങൾക്ക് എവിടെയും അഡ്മിഷൻ ലഭിക്കുന്നതല്ല. നിങ്ങൾക്ക് അഡ്മിഷൻ ലഭിക്കണമെങ്കിൽ നേരത്തെ പറഞ്ഞ 64 സ്ഥാപനങ്ങളുടെ വെബ്സൈറ്റുകളിൽ കയറി നിങ്ങൾ അഡ്മിഷന് വേണ്ടി ഓപ്ഷൻ നൽകേണ്ടതാണ്. അങ്ങനെയാണ് അഡ്മിഷൻ ലഭിക്കുക. നേരത്തെ പല സെൻട്രൽ യൂണിവേഴ്സിറ്റികളിലുമുള്ള ഇൻ്റഗ്രേറ്റഡ് BEd കോഴ്സിലേക്കുള്ള അഡ്മിഷൻ CUET UGയുടെ സ്കോർ പ്രകാരമായിരുന്നു. എന്നാൽ ഇത് ആ ഒരു തീരുമാനം നിലവിൽ ഒഴിവാക്കിയിട്ടുണ്ട്. ഈ ഒരു എൻട്രൻസിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കും NCET എൻട്രൻസിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കും ഈ വർഷം മുതൽ വിദ്യാർത്ഥികൾക്ക് ഇൻ്റഗ്രേറ്റഡ് BEd കോഴ്സുകളിലേക്ക് അഡ്മിഷൻ ലഭിക്കുക. ഇപ്പോൾ 3 വർഷത്തെ ഡിഗ്രി കഴിഞ്ഞ ശേഷം 2 വർഷമാണ് BEdൻ്റെ ഡ്യൂറേഷൻ ഉള്ളത്. BEd ചെയ്യണമെങ്കിൽ 2 വർഷം നിങ്ങൾ പഠിക്കേണ്ടി വരുന്നതാണ്. അങ്ങനെയുള്ള ഡിഗ്രി കഴിഞ്ഞവർക്കുള്ള 2 വർഷത്തെ BEd കോഴ്സുകൾ പൂർണ്ണമായിട്ട് നിർത്താനുള്ള ഒരു സംവിധാനത്തിലേക്കാണ് സർക്കാർ പോകുന്നത്. അങ്ങനെയുള്ള തീരുമാനങ്ങളൊക്കെ വന്നിട്ടുണ്ട്. അതുകൊണ്ട് ടീച്ചിങ് മേഖല മാത്രം സ്വപ്നം കാണുന്ന വിദ്യാർത്ഥികളാണ് എങ്കിൽ ഇത്തരത്തിലുള്ള ഇൻ്റഗ്രേറ്റഡ് കോഴ്സുകൾക്ക് ഇപ്പോൾ തന്നെ ജോയിൻ ചെയ്യുന്നതാണ് ഉചിതം. പ്രൈമറി തലം മുതൽ കോളേജുകളിൽ വരെ ടീച്ചറാകാൻ എന്തൊക്കെ യോഗ്യതകളാണ്, എന്തൊക്കെ ടെസ്റ്റുകളാണ് നിങ്ങൾ പാസ്സാകേണ്ടത് എന്നീ കാര്യങ്ങളെല്ലാം വിശദീകരിക്കുന്ന ഒരു വീഡിയോ ഈ ഒരു ചാനലിൽ ഉണ്ട്. ഏകദേശം 3 ലക്ഷത്തിലധികം ആളുകൾ കണ്ടു കഴിഞ്ഞിട്ടുള്ള ഒരു വീഡിയോ ആണ്. ആ ഒരു വീഡിയോ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഏതൊക്കെ തലങ്ങളിൽ ടീച്ചറാകാൻ എന്തൊക്കെ യോഗ്യതകൾ വേണം, എന്തൊക്കെ ടെസ്റ്റുകൾ നിങ്ങൾ പാസ്സാകണം എന്ന കാര്യം നിങ്ങൾക്ക് വ്യക്തമായിട്ട് മനസ്സിലാക്കാവുന്നതാണ്. ആ ഒരു വീഡിയോയുടെ ലിങ്ക് താഴെ നൽകിയിട്ടുണ്ട്. ഇതുപോലെ ചെറിയ വീഡിയോ അവസാനിപ്പിക്കുകയാണ്. ചാനൽ വീഡിയോസ് നിങ്ങൾക്ക് ഉപകരിക്കുന്നുണ്ട് എങ്കിലും സപ്പോർട്ട് ചെയ്യണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. ഏവർക്കും നന്ദി, നമസ്കാരം.